നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ അലീന ഒടുവിൽ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അലീന ശരണ്യയെ കൊണ്ട് പുറത്തു വന്നായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശരണ്യോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഇനി ഇത്തിരി സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അലീന ശരണ്യോട് ഇത് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാളിദാസൻ പറഞ്ഞു, ഇവിടെ ഇരിക്കാനോ? അതെ, ഞങ്ങൾ ഇത്തേരെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്തു, അനുജൻ കാളിദാസൻ ഫോണിന് നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെ ഇവിടെ ഒന്നും ആരും വന്നിരിക്കാറില്ല അല്ലെന്ന് തോന്നുന്നു അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, അല്ല പെൺകുട്ടികളൊന്നും ആരും വന്നിരിക്കുന്നത് കണ്ടിട്ടില്ല. അല്ല ആണുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയാറുണ്ട്, പെണ്ണുങ്ങളൊന്നും അങ്ങനെ ഇരിക്കാറില്ലെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അത് സാരമില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് അലീന ശരണ്യോട് ചോദിച്ചു, മോളെ ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന എന്തിനാണെന്നറിയാവോ എന്ന് ചോദിച്ചു. എന്തിനാ ചേച്ചി ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു. അല്ല നിനക്കറിയാവോ ഭയപ്പെടുന്ന ആരെ എന്താ എങ്ങനെയാന്ന്? പാമ്പിനെയാണെന്ന് ചോദിച്ചു. അല്ല. പിന്നെ തീയാണോ എന്ന് ചോദിച്ചു. അല്ല. വെള്ളമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾക്കറിയാവുന്ന രീതിയിലല്ല അവൾ ചോദിക്കണം. അപ്പോൾ അലീന പറഞ്ഞു, അതിനൊന്നുമല്ല നമ്മൾ ഭയക്കേണ്ടത്. പിന്നെയോ നമ്മൾ മനുഷ്യന്മാരെ തന്നെ ഭയക്കേണ്ടതെന്ന് പറഞ്ഞു. മനുഷ്യന്മാരെ? അതെ, മനുഷ്യനെ തന്നെയാണ് ഭയക്കേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരന്മാർ മനുഷ്യന്മാരാണ്. കാരണം ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന മനുഷ്യന്മാരാണ്. ചിരിച്ചോണ്ട് കത്തി വെക്കുന്ന സ്വഭാവം മനുഷ്യന്. മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യത്തില്ല, ഒരിക്കലും അവരങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല. പിന്നിൽ കത്തി ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ക്രൂരമായിട്ട് ചിരിക്കും. ആ ചിരിയുടെ അർത്ഥം മനസ്സിലാകാൻ നമ്മൾ നിൽക്കും. ആ സമയത്ത് അവർ കത്തി കുത്തിയിറക്കും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ആള് മനുഷ്യരെ തന്നെയാണ്. എപ്പോഴും പറഞ്ഞു കേട്ടില്ലേ, മനുഷ്യന്മാർക്ക് തന്നെ ശത്രുക്കളാണ്. പക്ഷെ മൃഗങ്ങൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. മനുഷ്യർ അങ്ങനെയല്ല, പതിയിരുന്ന് ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു നിമിഷം ഒരു അന്താളിപ്പോടുകൂടി ശരണ്യ അലീനയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അലീന പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ട്. എത്രമാത്രം കള്ളത്തരങ്ങൾ പറയുന്നറിയോ മനുഷ്യർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട്. കള്ളങ്ങളുടെ മേലെ ചിലപ്പോൾ അവർ ജീവിക്കുന്ന പോലും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, ശരി ചേച്ചി പറഞ്ഞ് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്മാർ തന്നെയാണ് മനുഷ്യൻ്റെ ശത്രു. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശരണ്യ പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചിയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ? അല്ല ഇത്രയും നാളും ഞാനത് മറച്ചു വെച്ചു, പക്ഷെ എനിക്ക് ചേച്ചിയോട് ഇപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനിയും ചേച്ചിയോട് ഞാനത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറഞ്ഞു. അല്ല മോളെ കാര്യം എന്താ വെച്ചാൽ പറ. അതെ, ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലല്ലേ രോഹിത്ത് താമസിക്കുന്നേ? രോഹിത്തിൻ്റെ വീടല്ലേ അത്? പക്ഷേ രോഹിത്ത് എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നീ എന്താ മോളെ പറയണമെന്ന് ചോദിച്ചു. അത് ചേച്ചി രോഹിത്ത് എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെ? അപ്പോഴേക്കുമാണ് ശരണ്യ കഥകളൊക്കെ വിവരിക്കുന്ന അന്ന് നടന്ന കാര്യങ്ങൾ. ചേച്ചി ശരിക്കും പറഞ്ഞ ബാക്കി 3 പേരും കൂടെ രോഹിത്തിനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുവരിക ചെയ്തതെന്ന് പറഞ്ഞു. മുറിയിലേക്ക് കൊണ്ടുവന്നോ? അതെ. പിന്നീട് ശരണ്യയുടെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ വരുവാണ്. ശരണ്യ അതെല്ലാം ഓർത്തു വെച്ച് അലീനയോട് പറയാണ്, ചേച്ചി ഞാൻ വയ്യാതെ കിടക്കുമായിരുന്നു. ഹരിയും ബാക്കി 2 പേരും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുമ്പോഴത്തേനും രോഹിത്തിനെ അവർ പിടിച്ചോണ്ട് വരുന്നേ. ഈ സമയത്ത് രോഹിത്ത് ആകെപ്പാടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വേണ്ടടാ ഹരി, വേണ്ട, എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. നിന്നെ വിടാനോ? നീ എങ്ങോട്ട് പോകാനാ? അങ്ങനെ ഇപ്പം നീ പുണ്യാളനാവണ്ട, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് വേണ്ട ഇവളെ, എന്നെ വിടാൻ പറഞ്ഞു. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ നിനക്ക് നല്ലത്. നീ ആരാന്നാ നിന്റെ വിചാരം? അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, ഇനി എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പറ്റില്ല, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹരിശങ്കർ പറഞ്ഞു, എടാ ചെല്ലടാ അവളുടെ അടുത്തേക്കെന്ന് പറഞ്ഞു. എടാ ഹരി, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് എന്നെ വിടാൻ നോക്ക്. ഓ അപ്പം നീ മാത്രം അങ്ങനെ രക്ഷപ്പെട്ട് പോവാനായിട്ട്? എടാ പേടിച്ചൂറ, ഇങ്ങനെ നീ അങ്ങോട്ട് ഓടിപ്പോയിട്ട് എങ്ങനെയാ ശരിയാവുന്നേ? മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ച് അവളുടെ ദേഹത്തേക്ക് വിടുവാണ്. പെട്ടെന്ന് അവൻ്റെ ദേഹത്തേക്ക് നോക്കി രോഹിത്തിൻ്റെ, ചേട്ടാ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പറ്റില്ല, ഇനി എന്തേലും ചെയ്താൽ ഞാൻ ചത്തു പോകത്തുള്ളെന്ന് പറഞ്ഞു. രോഹിത്ത് കരയുമായിരുന്നു. രോഹിത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് രോഹിത്ത് ചാടി എഴുന്നേറ്റിട്ട് അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, എടാ ഹരി, എന്നെ മര്യാദയ്ക്ക് പോകാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. ആഹാ, നീ ആള് കൊള്ളാലോ, നീ പറഞ്ഞിട്ടില്ലടാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ദേ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ. എടാ ഈ പെൺകൊച്ചിനെ നീ ഓരോന്ന് പറഞ്ഞ് ചതിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലടാ, എന്നിട്ട് എൻ്റെ തലയെ കുറ്റം കെട്ടി വെക്കാൻ നോക്കുന്നു എന്ന് രോഹിത്ത് ചോദിച്ചു.
എടാ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ച് രോഹത്തിൻ്റെ കർണത്തിൻ്റെ പോയി അടിക്കുവാണ്. മര്യാദയ്ക്ക് പറയുന്ന അനുസരിക്കാൻ പറഞ്ഞു. ഇല്ല എനിക്ക് വേണ്ട, ഞാനൊന്നും ചെയ്യില്ല എന്ന് ഇവളെന്ന് പറഞ്ഞു. നീ ചെയ്യത്തില്ലല്ലേ അല്ലേടാന്നൊക്കെ ചോദിച്ചിട്ട് രോഹത്തിന് നന്നായിട്ട് ഉപദ്രവിച്ചു ഹരി. നിന്നെ ഞാൻ കാണിച്ചു തരാടാ, ഒരു കാര്യം ചെയ്യുക, നീ അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് പോയി സൂഹിക്കണ്ട. എടാ ഇവനെ കൊണ്ടുപോയി ടോയ്ലറ്റിൽ കൊണ്ടുപോയി അടച്ചിട. നമ്മൾ പോയ സമയത്ത് ഇവനെ അഴിച്ചു വിട്ടാൽ മതി, അതുവരെ ഇവനും അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്തിനെ കൊണ്ട് ടോയ്ലറ്റിലിട്ട് പൂട്ടുകയാണ്. രോഹിത്താണെങ്കിൽ കിടന്ന് കരയുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട് തുറന്നു വിടാൻ പറഞ്ഞിട്ട്. പക്ഷെ തുറന്നു വിട്ടില്ല. പിന്നീട് ഹരിശങ്കർ നേരെ ശരണയുടെ അടുത്തേക്ക് വീണ്ടും വന്നു. വീണ്ടും അവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു നിമിഷം ഞെട്ടലോടുകൂടി ശരണയെ നോക്കുകയാണ്. എന്തൊക്കെ മോളെ ഞാൻ കേൾക്കണേ, സത്യ പറയണേ. എന്നിട്ട് നീ ഇത് ആരോടും പറഞ്ഞില്ലേ? പോലീസിനോടൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു വെച്ചി 3 പേരെ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ ആ ചേട്ടനെയും കൂടെ പ്രതിയാക്കുമായിരുന്നു. കേസിന് ബലം കിട്ടണമെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ കേസിന് ബലം കിട്ടുമെന്ന് പറഞ്ഞു. അല്ല അപ്പം നിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞില്ലേ? അവരോടും പറഞ്ഞു. അപ്പോൾ പോലീസുകാരാ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് കേസിന് ബലം കൂടുതൽ കിട്ടും, അവൻ്റെ പേരൂടെ കിടക്കട്ടെ. അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് മോളെ നീ ഇത് ചേച്ചി എനിക്ക് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് അവർ പറയുന്നല്ലേ അനുസരിക്കാൻ പറ്റുള്ളൂ. അലീന പറഞ്ഞു ശരിയാ, ആ സാഹചര്യത്തിൽ നീ ആര് പറഞ്ഞാലും നീ അനുസരിച്ച് പോകും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം ആ ചേട്ടൻ തെറ്റാനല്ലെന്ന്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു നിന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി. നിനക്ക് രോഗത്തിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. കാരണം ഞാൻ ഇന്ന് വരെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. നിന്റെ അടുത്തേക്ക് എനിക്ക് വരണമെന്ന് തോന്നി, നിന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമെന്ന് തോന്നി, അത് ഞാൻ ചെയ്തു. നിന്നെ ഒരിക്കലും ഞാൻ സ്വാധീനിക്കാൻ വന്നതായിരുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ പോലും അവരെതിർത്തിട്ട് പോലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരു ഒരേ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പം നിനക്ക് മനസാക്ഷിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനിയൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇതെന്താ പോവാറായില്ലേ, കുറേ സമയം ആയല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് അലീന പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, നീ ഇനി പുറത്തേക്ക് ഇറങ്ങി നടക്കണം. ഇങ്ങനെ പേടിച്ചരണ്ട് മുറിക്കകത്ത് കയറി ഇരിക്കാൻ പാടില്ല, അറിയാലോ. ഇപ്പം നിന്റെ പുറത്തിറങ്ങാനുള്ള പേടിയൊക്കെ കുറഞ്ഞില്ലേന്ന് ചോദിച്ചു. കുറഞ്ഞു ചേച്ചി, അതാ പറഞ്ഞ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കണം, ആരുടെ മുന്നിൽ തല ഉരിക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാളിദാസൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു ദേ സമയം എത്രയാന്ന് നോക്കി, അച്ഛനാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ശരി മോളെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യം കൂട്ടിക്കൊണ്ട് അലീന വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ചാർജ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോക്കാരൻ പറഞ്ഞു 150 രൂപയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു അത്രയ്ക്കൊക്കെ വേണം, എന്നാൽ 200 വന്ന് തന്നേക്കാൻ പറഞ്ഞു. ഒടുവിൽ 150 രൂപയും കൊടുത്തിട്ട് അലീന വീട്ടിലേക്ക് വരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ബബിതയാണെങ്കിൽ അകത്ത് കാര്യമായിട്ട് മെസ്സേജ് അയക്കുവാണ് അമലിന്. കോളിംഗ് ബെൽ അടിച്ചിട്ട് കുറച്ച് സമയം കഴിച്ചിട്ട് തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അലീന വീണ്ടും അടിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ബബിത അങ്ങോട്ട് വന്ന് കഥ തുറന്നു. എന്താ എന്ന് ചോദിച്ചു. അല്ല ഇതെന്താ ഇത്ര സമയത്ത് തുറക്കാതെ, ഇതെന്താ ഞാൻ ഡോർ കീപ്പറായിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? കോളിംഗ് ബെല്ല് അടിച്ച ഉടനെ തുറക്കാനായിട്ട്. അല്ല തുറക്കാൻ താമസിച്ചപ്പോൾ ഞാൻ കരുതി നിങ്ങളാരും ഇവിടെ ഇല്ലായിരിക്കുമെന്ന്. പിന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ വന്ന് കഥ തുറന്നേന്ന് ചോദിച്ചു. അല്ല കൃഷ്ണമോൾ എന്തി, അവളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല അച്ഛനെത്തിയോ ഇല്ലയോ എന്ന് പുറത്തേക്ക് നോക്കി അറിയാൻ മേലേന്ന് ചോദിച്ചു. അതെന്താ അച്ഛൻ്റെ കാർ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ 2 ഉണ്ടക്കണ ദൈവം തന്നിരിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ബബിത ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അവൾ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് പോലും അലീനയ്ക്ക് മനസ്സിലായില്ല. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അലിയുടെ മനസ്സിലേക്ക് ശരണ്യ പറഞ്ഞ വാക്കുകളാണ് രോഗത്തൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് അലീന ബാലേന്ദ്രനെ വിളിക്കുകയാണ്. അച്ഛനിത് എവിടെയാന്ന് ചോദിച്ചു. ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ, അത് ഡ്രൈവ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ എനിക്ക് ഫർണങ്ങാനും വരെ ഒന്ന് പോകണം. എന്താ മോളെ? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഒന്നുമില്ല അച്ഛാ, വരും പറയാമെന്ന് പറഞ്ഞു. അല്ല നീ അവിടെ പോയിട്ട് എങ്ങനെയാ ശരണ്യയുടെ വീട്ടിൽ പോയിട്ട്? ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് അവളോട് സംസാരിച്ചു, പിന്നെ അവളെ എഴുന്നേൽപ്പിച്ചു, പുറത്ത് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ പോയെന്നൊക്കെ പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ, അവളെങ്കിലും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന കഥ തുറന്നു കൊടുത്തു. അലീനയോട് എന്തോ കാര്യമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടല്ലോ. ഉണ്ടച്ചാ, ഞാൻ അച്ഛന് ചായ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട ചായ വെക്കണ്ട, നീ ആദ്യം കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ അച്ഛാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു.
ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയില്ലേ, അപ്പോൾ ശരണ്യ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ലാന്ന്. അത് കേട്ട് ഇനിയിപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ബാലേന്ദ്രൻ അലീനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.